ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വീണ്ടും ഒരു നോമ്പ് കാലത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ വിശുദ്ധി വീണ്ടെടുക്കുവാനാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിൽ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതെ, വിശ്വാസികളായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ശുദ്ധീകരിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും പ്രതിഫലിപ്പിക്കുന്ന ശരീരത്തിലും ആത്മാവിലും എപ്രകാരം ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുക്കളാകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം. ദൈവത്തിൻ്റെ ജീവനുള്ള ആലയം എന്നതിൻ്റെ അർത്ഥമെന്തെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാം. ഇത്തരത്തിൽ പൊടി പിടിച്ച് ഉപയോഗശൂന്യമാകത്തക്ക വിധത്തിൽ ആയിരിക്കുന്ന നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ വീണ്ടും പുനർനിർമ്മിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും കൃപയും കരുണയും ഒഴുകുന്ന പുതിയ ദേവാലയമായി നമുക്ക് പുനഃപ്രതിഷ്ഠിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.